ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നെക്സ്റ്റ് ഡേ ആയി, അതായത് ഇന്ന് സാറ്റർഡേ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ചെറിയ ചെറിയ പരിപാടി ഉണ്ട്, അതെല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സമയം ഇപ്പോൾ രാവിലെ എത്ര മണിയാണ്? സമയം നോക്കുന്ന എത്ര മണി? സമയം 8:15. നമ്മ അപ്പോൾ ഫിൽറ്റർ കോഫിയിലേക്ക് ചായ കുടിക്കാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ഓക്കെ. പിന്നെ ഇന്ന് വേറൊരാളും കൂടി ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ. അത് സർപ്രൈസാണ്, വെരി വെരി സർപ്രൈസ്. ആ ആൾക്ക് പോലും അറിയില്ല ഞാനിവിടെ ഉണ്ട് എന്ന്. അപ്പോൾ നമുക്ക് നോക്കാം സർപ്രൈസ് ആവുമെന്ന്. അപ്പം ഞാനും ആളും ഒന്ന് മാച്ചാക്കിയത് കേട്ടോ. പക്ഷേ ഓളത് പഴയതായതുകൊണ്ട് കുറച്ച് കളർ പോയിന്. എൻ്റെ പുതിയതായതുകൊണ്ട് നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഓക്കെ. ഞാൻ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ നിന്ന ഹോട്ടലിൽ. ഇന്നും ഇവിടെ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വേറൊരു അതിഥി കൂടി ഉണ്ട് കേട്ടോ. അതാണ് ഇയാളാണ് ഇവിടുത്തെ മെയിൻ. ചായ കുടിച്ചോ? ഇപ്പൊ നമ്മ ചായ കുടിക്കാൻ വേണ്ടി പോന്നാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ കോഫിയിലേക്കാണ് കേട്ടോ വന്നത്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്ന് ഇവിടെ ഇലയിലാണ് കേട്ടോ ഫുഡ് തന്നത് നമുക്ക്. എല്ലാവരും ഇരിക്കുന്നുണ്ട്. അച്ഛൻ്റെ ഫുഡ് വന്നു. അച്ഛൻ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായത് പൂരി, ഗീ റോസ്റ്റ്, പിന്നെ ഒനിയൻ ദോശ, മസാല ദോശ, ഊത്തപ്പം, അങ്ങനത്തെ കുറച്ച് ഫുഡായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും കൂടി വാങ്ങിയിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. കേട്ടോ ഇവർ കിച്ചൺ. അപ്പോൾ നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ ഇവർ കിച്ചൺ. അപ്പോൾ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇവരെന്തെല്ലാം ഉണ്ടാക്കുന്നതിന്. നല്ല മണവും ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ. ഇവർ വട ആക്കിക്കൊണ്ടുണ്ടായിരുന്നു, വട, ദോശ അതെല്ലാം ആക്കിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ട് ഇനി ഒരു ഷോപ്പിംഗ് ആവാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഡ്രസ്സൈഡ് പോവാന്ന്. അപ്പോൾ കുറച്ച് നടന്നിട്ട് പോകാനേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇന്ന് നടക്കാമെന്ന് വിചാരിച്ചു എല്ലാവരും കൂടെ. പിന്നെ നടന്നിട്ട് പോകുന്നുണ്ട്.
ഉറപ്പാ നമ്മ എത്ര ആളുണ്ടായി? നമ്മ 7 ആളുണ്ടായിന്. ഒരൈറ്റമേ ഓർഡർ ആക്കിച്ചു. പ്രൈസ് 1200 അല്ല. എത്ര ബില്ലായിട്ടുണ്ടാവും? 3000 രൂപ. ആ എത്ര ബില്ലായിട്ടുണ്ടാവും ഇപ്പൊ കഴിച്ചതിന്റെ? അമ്മ എത്ര ആയിട്ടുണ്ടാവും? കുട്ടുവിന് പിന്നെ ആടെ വണ്ടി കണ്ടാൽ അതൊന്ന് കയറി നോക്കണം എന്തെല്ലാം ഉണ്ട്, അങ്ങനത്തെ എല്ലാം ഉണ്ട് എന്ന്. അപ്പോൾ സപ്പോർട്ടാക്കാൻ വേണ്ടിയിട്ട് മാളും അമ്മയും എല്ലാവരും കൂടിനും എൻ്റെ പേര. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൽ വന്നു. നമ്മൾ 10 മണിയായിട്ട് വെസ്റ്റ് സൈഡ് തുറക്കുമ്പോൾ 11 മണിയാവും. അപ്പോൾ നമ്മൾ വെസ്റ്റ് സൈഡിൻ്റെ മുന്നിൽ ഇതാ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട്. എന്താ പറയാത്തെ? എടുക്കാൻ കഴിയും, അപ്പേക്ക് എടുക്കാൻ കഴിയും. നമ്മ ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ. ഡ്രസ്സെല്ലാം വാങ്ങി ഞാനും അമ്മയും അനിയത്തി ഓട്ടോറിക്ഷയിൽ പോകുന്നു. ഒരു കാറിൽ പോകും. അങ്ങനെ ഡ്രസ്സെല്ലാം വാങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടാകുമ്പോഴത്തേക്ക് അടുത്തേക്ക് ഒരാൾ വന്നു. ആൾക്കറിയില്ല ഞാൻ ആടെ ഉണ്ട് എന്ന്. അങ്ങനെ ആൾ വന്നു. ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അച്ഛനെ തൊട്ടിപ്പുറത്ത് ഞാനും കുട്ടി ഇരുന്നിട്ട് ഫുഡ് ഓർഡർ ആക്കുന്നുണ്ട്. പക്ഷെ ഹഫ്സിന് അറിയില്ല ഞാൻ അവിടെ ഉണ്ടെന്ന്. അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അച്ഛനും അമ്മയും ബാംഗ്ലൂർ വരുന്നുണ്ട്, നീ അച്ഛനും അമ്മേനെയും പോയി കാണണം, കണ്ടിട്ട് എൻ്റെ ഫേവറേറ്റ് ഒരു മാഗി ഉണ്ട്, അത് നീ അവർക്ക് കൊടുക്കണം, അവർ പിന്നെ അതെങ്ങനെയെങ്കിലും എനിക്ക് എത്തിച്ചോളുന്നു. അങ്ങനെ ഓൻ എനിക്ക് മാഗിയിലും കൊണ്ടുവന്നതാണ് കേട്ടോ. എന്നിട്ട് ഓൻ എല്ലാവരും സംസാരിക്കുന്നുണ്ട്, അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ വന്നു അങ്ങനെ വന്നു എന്നെല്ലാം പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് എന്നെ കണ്ടത്. ഓന് ശരിക്കും തന്നെ ഞെട്ടിപ്പോയി. കാരണം തീരെ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൻറ്റേജ് പോലും വിചാരിച്ചിട്ടില്ല ഞാൻ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഞെട്ടിയതിൻ്റെ ഉള്ള റിയാക്ഷനാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ ഒരാളെ കാണാന്ന് പറഞ്ഞത് ഇയാളാണ് കേട്ടോ. ഇയാളെ അറിയുന്നവർ കമന്റ് ചെയ്തോ. എന്ത് പറയാനുള്ള സർപ്രൈസ് ആയോ നീ? ഓ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ അച്ഛനെയും അമ്മേനെയും മാളൂനെയും കാണാൻ വന്നതാണ്. പക്ഷെ ഇവളെയും കുട്ടൂനെയും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചുമ്മാ എന്തെങ്കിലും പറയാം, അതിന് തട്ടിയിട്ട് വിളിക്കണം. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഹാഫിസിനെ മീറ്റാക്കിയിട്ട് നേരെ റൂമിൽ വന്നിട്ട് ഇപ്പോൾ റെഡിയായിട്ട് പോകുന്നത് നമ്മുടെ സിജോൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഹൊസൂരേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മളൊരു വണ്ടി റെൻറ്റിനെടുത്തിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ಸಿಜೋൻ്റെ ಎಂಗೇಜ್ಮೆಂಟಿಗೆ വേണ്ടി പോവാണ്. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಕನ್ನಡದಲ್ಲಿ ಭಾಷೆಯಲ್ಲಿ ಇವತ್ತು ನಾನು ಮಾತಾಡ್ತೇನೆ. ನಾವು ഇപ്പോൾ ಬೆಂಗಳೂರಲ್ಲಿ ಇದೆ ಸ್ವಲ್ಪ ಮರೆತು ಹೋಗಿತ್ತು ನಮ್ಮ ಕನ್ನಡ.
ഒരു വർഷമായിട്ട് ವಿದೇಶದಲ್ಲೇ അതുകൊണ്ടാവും. ಮತ್ತೆ ಇವತ್ತು ಸ್ವಲ್ಪ ಮಾತಾಡ್ಲಿಕ್ಕೆ ಟ್ರೈ ಮಾಡ್ತೇನೆ. ಓಕೆ, അപ്പൊ ഞാനും കുട്ടും അമ്മയും അച്ഛനും മാത്രമേ പോകുന്നുള്ളൂ. മാള് വരുന്നില്ല. അപ്പൊ ഞാൻ കാണിച്ചു തരാം. നമ്മളെ റെഡിയായി സുന്ദരിയായി. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂരേക്ക് എന്തായാലും കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു കാറ് കുറച്ച് ടൈമിലേക്ക് റെൻറ്റിന് എടുത്തിട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വണ്ടീൻ്റെ ഒരു പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഇപ്പം നമ്മളെ വണ്ടിയെല്ലാം കിട്ടി. ഇപ്പം നമ്മളങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. പോകുമ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ ട്രാഫിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു 5 o'clock നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 7 മണിയാകുമ്പോൾ നമ്മൾ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ 7 മണിക്ക് ഹൊസൂർ എത്താനുള്ള ഒരു പ്ലാനിലായിരുന്നു പോയത്. പക്ഷേ ഭയങ്കര ട്രാഫിക്കും മഴയെല്ലാം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായി. നമ്മൾ 9 മണിക്കാണ് എന്നിട്ട് ഹൊസൂരേക്ക് എത്തിയത്. നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഡാൻസും ബാക്കിയുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളപ്പോൾ നേരെ പോയി ജസ്റ്റ് അവിടെ നിന്ന് ഇരുന്നിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ആൽവിനും അക്ഷയും ഫ്രാൻസിസൊക്കെ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നുന്നു അവർ ഒരു ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോയി. അപ്പോഴത്തേക്ക് അവർ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മാത്രം പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ അങ്ങനെ പരിപാടിയും കഴിഞ്ഞ് ഫുഡും കഴിച്ചു. നമ്മളെല്ലാവരും തിരിച്ച് റൂമിൽ പോയി. നമുക്ക് പിന്നെയും ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.